ഈ കഴിഞ്ഞ IPL മുതൽ അവസാനം നടന്ന T20 വേൾഡ് കപ്പ് വരെ വാർത്തകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്ന താരമാണ് ഹാർദിക് പാണ്ഡ്യ. ഒരു തരത്തിൽ ഹാർദിക്കിന്റെ കരിയറിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടമാണ് ഈ കഴിഞ്ഞു പോയത് എന്ന് തന്നെ പറയാൻ കഴിയും. നമുക്കറിയാം, പന്തുകൊണ്ടും ബാറ്റ് കൊണ്ടും ഒരേപോലെ മത്സരഫലത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള താരമാണ് ഹാർദിക് പാണ്ഡ്യ. 13 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ഒരു ലോകകപ്പ് കിരീടം തങ്ങളുടെ കൂടാരത്തിൽ എത്തിച്ചതിൽ ഹാർദിക്കിന്റെ പങ്ക് ചെറുതല്ലായിരുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും ഹാർദിക് പാണ്ഡ്യയുടെ ക്രിക്കറ്റ് ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ കാരണം പരിശീലക സ്ഥാനത്തേക്കുള്ള ഗൗതം ഗംഭീറിന്റെ കടന്നുവരവാണ്. ഗൗതം ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി സ്ഥാനം ഏറ്റെടുത്തതോടെയാണ് ഹാർദിക്കിന്റെ കഷ്ടകാലം ആരംഭിച്ചിരിക്കുന്നത്. രോഹിത് ശർമ്മ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ വൈസ് ക്യാപ്റ്റൻ ചുമതല ഉണ്ടായിരുന്ന താരമാണ് ഹാർദിക്. എന്നാൽ ഇപ്പോൾ ഹാർദിക്കിനെ മാറ്റി സൂര്യകുമാർ യാദവിനെയാണ് ഗംഭീർ പുതിയ T20 നായകനാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഹാർദിക്കിന്റെ കയ്യിലുണ്ടായിരുന്ന വൈസ് ക്യാപ്റ്റൻ സ്ഥാനവും ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഗൗതം ഗംഭീർ. ഇത്തരത്തിൽ പൂർണ്ണമായും താരത്തെ തഴയുന്ന കാഴ്ചയാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. കൂടാതെ ഇതിനു പിന്നാലെ ഹാർദിക്കിന് മുന്നിൽ ചില നിബന്ധനകളും ഗംഭീർ വെച്ചിട്ടുണ്ടെന്നാണ് വിവരം. ടെസ്റ്റിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഒപ്പം ഏകദിനത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കാനുമാണ് ഗംഭീർ ഹാർദിക്കിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് വാർത്തകൾ വരുന്നത്. എന്നാൽ ഗംഭീറിന്റെ ഈ നിബന്ധനകളൊന്നും തന്നെ ഹാർദിക് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നായക സ്ഥാനത്ത് നിന്നും ഹാർദിക്കിനെ മാറ്റി നിർത്താൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇതുകൊണ്ടും ഹാർദിക്കിന്റെ കഷ്ടകാലം അവസാനിക്കുന്നില്ല. അതായത് ഇന്ത്യൻ ടീമിനെ നായകസ്ഥാനം നഷ്ടപ്പെടുമെന്ന ഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും മുംബൈ ഇന്ത്യൻസും ഹാർദിക്കിനെ നായകസ്ഥാനത്ത് നിന്ന് നീക്കാനാണ് ഉദ്ദേശം. അവസാന സീസണിൽ രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യയെ മുംബൈ നായകനാക്കിയത് വലിയ വിവാദമായ സംഭവമായിരുന്നു. യാതൊരു ചർച്ചകളും ഇല്ലാതെ വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു മുംബൈ മാനേജ്മെന്റ് രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്നും നീക്കിയത്. യാതൊരു ചർച്ചകളും ഇല്ലാതെ വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു മുംബൈ മാനേജ്മെന്റ് രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്നും മാറ്റി ഹാർദിക്കിനെ നായകനാക്കിയത്. മാത്രമല്ല, സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ എന്നിവരെ തഴഞ്ഞുകൊണ്ടാണ് ഹാർദിക് നായകസ്ഥാനത്തേക്ക് എത്തിയത്. അതേസമയം തന്നെ മുംബൈ ഹാർദിക്കിന് നായകസ്ഥാനം നൽകാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ അടുത്ത T20 നായകനാവുക ഹാർദിക് പാണ്ഡ്യ ആവുമെന്ന കണക്കുകൂട്ടലായിരുന്നു മുംബൈ ഇന്ത്യൻസ്. എന്നാൽ ഇപ്പോൾ ഗംഭീർ പരിശീലകനായി വന്നതോടെ മുംബൈയുടെ ഈ പദ്ധതി പാളി. അതായത് സൂര്യകുമാർ യാദവിനെ ഇന്ത്യയുടെ ക്യാപ്റ്റനാക്കിയതോടെ മുംബൈയും അവരുടെ നായകനെ മാറ്റാൻ നിർബന്ധിതരാവുകയാണ്. ഇന്ത്യയുടെ T20 നായകൻ ടീമിൽ ഉണ്ടായിട്ടും ക്യാപ്റ്റൻ സ്ഥാനം നൽകാതിരിക്കുന്നത് മുംബൈയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടുകൂടിയാണ് ഹാർദിക്കിനെ തഴയാൻ മുംബൈയും നിർബന്ധിതരായിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, കരിയറിലെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് നിലവിൽ ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാർ ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യ കടന്നുപോകുന്നത്. ഒരു തരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ നായകസ്ഥാനം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് മുതലാണ് ഹാർദിക്കിന് കരിയറിലും ജീവിതത്തിലും കഷ്ടകാലം ആരംഭിച്ചത്. ഹാർദിക് മുംബൈയുടെ നായകനായതോടെ രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ എന്നിവരുമായുള്ള ബന്ധം അല്പം മോശമായി മാറി എന്നത് പരസ്യമായ രഹസ്യമാണ്. കൂടാതെ അവസാന സീസണിൽ ഹാർദിക്കിന്റെ കീഴിൽ മുംബൈ അവസാന സ്ഥാനക്കാരായി മാറുകയും ചെയ്തിരുന്നു. മിക്ക മത്സരങ്ങളിലും സ്വന്തം ആരാധകരിൽ നിന്ന് കൂവൽ വരെ നേരിടേണ്ടി വന്നിരുന്നു താരത്തിന്. ഒപ്പം കുടുംബ ബന്ധത്തിലും ഹാർദിക്കിന് തകർച്ച നേരിടേണ്ടി വന്നു. ഹാർദിക്കിനെതിരെ മുംബൈ ടീമിലെ സഹതാരങ്ങളുടെ പ്രതിഷേധവും അതിശക്തമാണ്. തന്നിഷ്ടക്കാരനായ ക്യാപ്റ്റനെ പല താരങ്ങൾക്കും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. സീനിയർ താരങ്ങളോട് ബഹുമാനമില്ലാത്ത ഹാർദിക് യുവതാരങ്ങളോടും ഏകാധിപത്യ മനോഭാവത്തോടെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ തിലക് വർമ്മ അടക്കമുള്ള താരങ്ങൾ കഴിഞ്ഞ സീസൺ അവസാനത്തോടെ ഹാർദിക്കുമായി കലഹത്തിൽ ഏർപ്പെട്ടിരുന്നതും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യ T20 വേൾഡ് കപ്പിൽ കളിക്കാൻ ഇറങ്ങുന്നത്. എന്നാൽ വിമർശനങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം കാറ്റിൽ പറത്തി മികച്ച പ്രകടനമായിരുന്നു താരം ലോകകപ്പിൽ കാഴ്ചവെച്ചത്. എന്നാൽ വേൾഡ് കപ്പിലെ പ്രകടനം താരത്തിന്റെ കരിയറിൽ വലിയൊരു വഴിത്തിരിവാകുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് ഇപ്പോഴിതാ ഇന്ത്യയുടെ നായകസ്ഥാനവും പോയിരിക്കുന്നത്. അടുത്ത സീസണിൽ മുംബൈ ഇന്ത്യൻസിന് പുതിയ പരിശീലകൻ എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ സംഭവിക്കുമ്പോൾ ഹാർദിക്കിന് കാര്യങ്ങൾ കൂടുതൽ പ്രയാസമാകും. സഹതാരങ്ങൾ ഹാർദിക്കിനെ പിന്തുണയ്ക്കാത്തതിനാൽ മുംബൈയുടെ നായകസ്ഥാനത്ത് തുടരുക ഹാർദിക്കിന് പ്രയാസമാവുന്ന കാര്യം ഉറപ്പാണ്. കൂടാതെ ഇനി ഇന്ത്യയുടെ T20 നായകസ്ഥാനത്ത് സൂര്യകുമാർ തുടരുമെന്ന കാര്യവും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മുംബൈക്ക് ഹാർദിക്കിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതായി വരും. എന്തായാലും ഗംഭീർ പരിശീലകനായിരിക്കുമ്പോൾ ഹാർദിക്കിന് ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമായേക്കില്ല. അതുകൊണ്ട് തന്നെ താരത്തിന്റെ നിലപാട് എന്താകുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്.